ശ്രീകൃഷ്ണയിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ശ്രീകൃഷ്ണയുടെ അവിടെ നിന്ന് പന്നിശ്ശേരി ബസ് സ്റ്റോപ്പ്, അതായത് കുന്നംകുളത്തേക്ക് ആ വഴി. അവിടെ പാവർട്ടി മറ്റം പോകുന്ന വഴി. ഒരു സായം സന്ധ്യയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ഇടമാണിത്. ഒരുപാട് ആളുകൾ വണ്ടിക്കായി കാത്തിരുന്നിരുന്ന, ഒരുപാട് കാലങ്ങളായി കാത്തിരുന്നിരുന്ന ഒരു കാലം. ആ കാലത്തിൻ്റെ ഓർമ്മയാണ് ഈ സ്ഥലം. ഇത് പന്നിശ്ശേരി ബസ് സ്റ്റോപ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ അവിടെ കാണുന്ന ആ ഒരു വീട്, ആ വീട് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു വീടാണ്. അതായത് ശ്രീകൃഷ്ണ കോളേജിന് 30 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുള്ള അയാൾ സ്വന്തം കൈകൊണ്ട് വെട്ടുകല്ല് വെട്ടി പണിതിട്ടുള്ള ആ വീടാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വീട്. ഈ നീളമുള്ള വീട്, അതായത് പന്നിശ്ശേരിയിലെ കുന്നംകുളം ബസ് സ്റ്റോപ്പിൻ്റെ നേരെ എതിർവശത്തുള്ള വീടാണത്. ഇപ്പോൾ കാണുന്നത് നമ്മൾ കൂനമുച്ചിക്ക് പോണ വഴിയാണ്. ആ കൂനമുച്ചി വഴിയിൽ നമ്മൾ കാണുന്ന ഈ വീട് എന്ന് പറയുന്നത് അങ്ങേര് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ശ്രീകൃഷ്ണ കോളേജ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മാവ്, അതൊക്കെ കൂനമുച്ചിക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ സ്വന്തം കൈകൊണ്ട് കല്ല് ചെത്തി നിർമ്മിച്ചിട്ടുള്ള വീടാണ്. വളരെ പ്രാധാന്യമുള്ള വീടാണ്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ചരിത്രത്തിലും അദ്ദേഹത്തിൻ്റെ പേര് പറയാറില്ല. എന്നും ശ്രീകൃഷ്ണയിൽ നമുക്കത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. കാരണം ശ്രീകൃഷ്ണയുടെ ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു മനുഷ്യനെ വിട്ടുകളഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രീകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാറ്. അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ വെറ്റില വിറ്റ്, ഒരു 13 വയസ്സിൽ മുതൽ അദ്ദേഹം വെറ്റില വിറ്റിട്ടൊക്കെയാണത്രേ അദ്ദേഹത്തിൻ്റെ ജീവിതം പടുത്തുയർത്തിയത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു നാടിൻ്റെ നായകനായി മാറിയ ഒരു കഥയാണ്. ഇവിടെ ശ്രീകൃഷ്ണ കോളേജ് മാത്രമല്ല, ഉജാല കമ്പനി ഉണ്ട്. ഈ ഉജാല കമ്പനിക്കും ഉള്ള സ്ഥലവും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായി കൊടുത്തിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണയ്ക്കുള്ളത് ദേവസ്വത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹത്തായ വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് എന്നും ശ്രീകൃഷ്ണയിലൂടെ നമ്മൾ ശ്രീകൃഷ്ണയിൽ 64 മുതൽ പഠിച്ചിട്ടുള്ള, ശ്രീകൃഷ്ണയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും അറിയിക്കുക. ശ്രീകൃഷ്ണയ്ക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരും ശ്രീകൃഷ്ണയുമായി വളരെ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. വിളിപ്പേര് ഇവിടെ അപ്പുട്ടെന്നാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ കൊടുത്ത 30 ഏക്കർ സ്ഥലത്താണ്
പിന്നെ കുറച്ചുകൂടി ഭാഗങ്ങൾ അപ്പുറത്ത് ശ്രീകൃഷ്ണൻ്റെ പിറകു വശത്ത് ഗ്രൗണ്ടിൻ്റെ വശത്ത് വേറെ കുറച്ച് ആളുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ 30 ഏക്കർ കൊടുത്തത് ഈ പറയുന്ന കൃഷ്ണനാണ്. അത് നമ്മളെല്ലാവരും, ശ്രീകൃഷ്ണയുടെ എല്ലാവരും തന്നെ എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇവിടെയുള്ള ശ്രീകൃഷ്ണയുടെ ചുറ്റുഭാഗമുള്ള ഒരുപാട് ആളുകൾ എന്നുള്ളതും ഇത്തരണത്തിൽ പ്രസ്താവ്യമാണ്.